നിലാവെളിച്ചത്തിൽ കാട് തിളങ്ങി. ഷമ്മാശൻ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ വനത്തിൽ നിന്നും പുറത്തു കടക്കണം. മനുഷ്യവാസമുള്ളിടത്ത് ചെന്നെത്തണം. അദ്ദേഹം കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കൊടുങ്കാട്ടിൽ ധാരാളം ചെറുവഴികൾ കണ്ടു. അവയെല്ലാം എവിടേക്കുള്ളതാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. ഗുഹയിലെ കാവൽക്കാരെ ബോധം കെടുത്തിയിട്ടത് 3.25 നാഴിക നേരത്തേക്ക് മാത്രമാണ്. അതിനാൽ ബോധം തെളിഞ്ഞു വന്നു നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയാത്തതിനാൽ അവർ തന്നെ പിന്തുടർന്നെത്തിയേക്കുമോ എന്ന ഭയം ഷമ്മാശനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി. മുമ്പിൽ കണ്ട വഴിയെ അദ്ദേഹം വേഗത്തിൽ നടക്കുവാൻ തുടങ്ങി. എവിടെയെങ്കിലും ചെന്നെത്തട്ടെ. മനുഷ്യരുള്ള ദിക്കിൽ എത്തിയാൽ തന്നെ ചോദിച്ചറിഞ്ഞ് സ്വന്തം ദേശത്തേക്ക് പോകാമല്ലോ. വനത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കടന്നില്ലെങ്കിൽ അവർക്ക് തന്നെ കണ്ടെത്തുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല. ഉള്ളിലെ ഭയം കൂടിക്കൂടി വന്നു. കാട്ടുവഴിയിലൂടെ ഷമ്മാശൻ വളരെ വേഗത്തിൽ നടന്നു. ഈ സമയം പാതാള ലോകത്ത് പ്രധാന പുരുഷന് മുന്നിൽ കാവൽക്കാർ തലകുനിച്ചു നിൽക്കുകയായിരുന്നു. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു അല്ലേ? അവനെ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണമെന്ന് നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചത് ഞാനാണ്. പക്ഷേ അവനിപ്പോൾ നിങ്ങളെക്കാളും ശക്തനായിരിക്കുന്നു. നിമിഷനേരം കൊണ്ട് നിങ്ങളെ മയക്കി രക്ഷപ്പെടാൻ അവന് പ്രാപ്തിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണമായിരുന്നു. നമ്മുടെ ശ്രദ്ധക്കുറവാണ് എല്ലാറ്റിനും കാരണം. നിങ്ങളുടെ ഭാഗത്ത് നാം തെറ്റൊന്നും കാണുന്നില്ല. ഇത് കേട്ട് തലയുയർത്താതെ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ചെങ്ങല ധരിച്ച കാവൽക്കാരിൽ പ്രധാനി തലവനോട് പറഞ്ഞു. ഇമ ചിമ്മിയ നിമിഷം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് പുറപ്പെടുവാൻ അനുവാദം തരണം. ഞങ്ങൾ ഏതു വിധേനയും ചതിയനായ അവനെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് പാച്ചയ്ക്ക് തൊലിയുരിക്കും. അന്ന് അവനെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങ് അതിനനുവദിച്ചില്ല. പ്രധാന ശിഷ്യനാക്കി. പക്ഷേ അവൻ ചതിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ വിദ്യകളെല്ലാം പഠിച്ച് അവൻ നമ്മളെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. അവനെ ശിക്ഷിക്കാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? അങ്ങ് അനുവാദം നൽകിയാലും എത്രയും വേഗം അവനെ ഞങ്ങൾ അങ്ങയുടെ മുന്നിലെത്തിക്കാം. കുറച്ചു നേരം മൗനമായിരുന്ന ശേഷം പ്രധാന പുരുഷൻ അവരോട് പറഞ്ഞു. നമ്മുടെ ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കനാണ് അവൻ. നിങ്ങളെ എല്ലാവരെയും എരിച്ചു കളയുവാനുള്ള കഴിവ് ഇപ്പോൾ കടമറ്റത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ ജയിക്കുവാൻ എളുപ്പമല്ല. അവനെ സൂക്ഷിക്കുവാൻ കഴിയാത്തത് നമ്മുടെ പിഴവ് തന്നെയാണ്. അവന് ലഭിച്ച കഴിവുകൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നില്ല. എന്നാലും നമ്മുടെ ലോകത്തെ നിയമങ്ങൾ ഗുഹയിൽ നിന്നും പുറത്തു പോകാൻ അനുവദനീയമല്ല. നമ്മുടെ വാസസ്ഥലം മറ്റാരും അറിയാതിരിക്കുക എന്നതാണ് പ്രധാനം. അവനെ പിടികൂടുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ അവനോടൊപ്പം ശക്തരായി തീരുക, അല്ലെങ്കിൽ അവൻ അവൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാതെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മാന്ത്രിക വിദ്യകളിൽ ഞങ്ങളും അങ്ങയുടെ ശിഷ്യന്മാർ തന്നെയാണ്. ഒട്ടും മോശക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾക്കും ഒരവസരം തരൂ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവനെ ഇവിടെ എത്തിക്കാം. അനുവാദം നൽകിയാലും. സംഘത്തലവൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ ശ്രമിക്കാം. പക്ഷേ വരും വരേഖകളെക്കുറിച്ച് ഓർമ്മ വേണം. അനീതി പ്രവർത്തിക്കരുത്. അത് നിങ്ങൾക്ക് ഗുണം വരുത്തില്ല. പോയി വരൂ. ഷമ്മാശനോടുള്ള കടുത്ത ദേഷ്യത്തിലും തങ്ങളെ നിസ്സാരന്മാരാക്കി അയാൾ രക്ഷപ്പെട്ടു പോയതിലുള്ള നിരാശയിലും തങ്ങൾക്ക് സംഭവിച്ച പിഴവിലും ആ ഭയങ്കര രൂപികൾക്ക് വല്ലാത്ത അമർഷമുണ്ടായിരുന്നു. അവനെ പിടിച്ചുകൊണ്ടുവരാനുള്ള അനുവാദം കിട്ടിയതിലുള്ള സന്തോഷത്തിൽ അവർ ഉറക്കെ അലറി. ഒപ്പം കാവൽക്കാരൻ ചങ്ങല തറയിലടിച്ചു. ആവേശത്തോടെ അവർ ആയുധങ്ങളെടുത്ത് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി വനത്തിലേക്ക് പാഞ്ഞുപോയി. ചിലർ ആകാശമാർഗം സ്വീകരിച്ചു. മറ്റു ചിലർ ഭൂമി കുലുക്കി ഓടുവാൻ തുടങ്ങി.
നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. ഷമ്മാശൻ നടക്കാൻ തുടങ്ങിയിട്ട് 5-8 നാഴികയായിരിക്കുന്നു. അങ്ങനെ നടന്ന് അദ്ദേഹം മനുഷ്യവാസമുള്ള ഒരു ദിക്കിലെത്തി. മനസ്സിൽ അല്പം സമാധാനം തോന്നി. വിശപ്പും ദാഹവും കലശലായി വർദ്ധിച്ചിരിക്കുന്നു. ഇനി അധിക ദൂരം നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വഴിയരികിലായി ഒരു കുടിൽ കണ്ടു. അവിടേക്ക് ഷമ്മാശൻ കയറി ചെന്നു. ഒരു വൃദ്ധയായ സ്ത്രീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് അദ്ദേഹം പറഞ്ഞു, വല്യമ്മേ, എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു. കഴിക്കാൻ ആഹാരം എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കേട്ട് അവർ സങ്കടത്തോടെ പറഞ്ഞു, ഇവിടെ 1 മണി അരി പോലുമില്ല. അതുകൊണ്ട് ഇന്നലെ മുതൽ ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ താങ്കൾക്ക് ഭക്ഷണം തരും? ഇനി എവിടെയെങ്കിലും പോയി അരി വാങ്ങി വന്ന് വേണം കഞ്ഞി വയ്ക്കാൻ. അതുവരെ ഇവിടെ ഇരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ഉള്ളതിൽ പങ്കുതരാം. ഷമ്മാശൻ പറഞ്ഞു, അത് കള്ളം. 1 മണി അരിയെങ്കിലും ഇല്ലാതിരിക്കുമോ? വല്യമ്മ നോക്കൂ, 1 അരമുറിയോ തിരഞ്ഞാലുണ്ടാകും. പക്ഷേ അതുകൊണ്ട് എന്തു ചെയ്യാനാണ്? വല്യമ്മ ചോദിച്ചു. ശരി, 1 മണി അരിയെങ്കിലും കൊണ്ടുവരൂ, നമുക്കെന്തെങ്കിലും ചെയ്യാം. അല്പം സംശയത്തോടെ വൃദ്ധ ചോദിച്ചു, മകനെ, നിനക്ക് ഭ്രാന്തുണ്ടോ? അരിയുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരൂ, നമുക്ക് നോക്കാം. ഷമ്മാശൻ വീണ്ടും പറഞ്ഞു. മനസ്സിലെ മനസ്സോടെ അവരെഴുന്നേറ്റ് ചെന്ന് അരിവട്ടി തട്ടിക്കുടഞ്ഞു കിട്ടിയ ഒരു പൊടിയരി ഷമ്മാശൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഉടൻ ഷമ്മാശൻ അരിമണി കയ്യിൽ പിടിച്ചുകൊണ്ട് വൃദ്ധയോട് പറഞ്ഞു, ഇനി അമ്മ പാത്രം കഴുകി അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ചുകൊള്ളൂ. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർ വെള്ളം കോരി അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു. ഇയാൾ എന്ത് ചെയ്യുമെന്നറിയണമല്ലോ. വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ ഷമ്മാശൻ തൻ്റെ ഉള്ളം കയ്യിലിരുന്ന അരിമണി ഒരു പ്രാർത്ഥനയോടെ വൃദ്ധയുടെ നേരെ നീട്ടി. അവരത് ആ പാത്രത്തിൽ നിക്ഷേപിച്ചു. ചെറുപുഞ്ചിരിയോടെ ഷമ്മാശൻ അവരുടെ നേരെ നോക്കി. അവർ അവിശ്വസനീയമായ ഒരു നോട്ടം തിരിച്ചു നൽകി. അല്പസമയത്തിനു ശേഷം അടുപ്പിലെ പാത്രം നിറഞ്ഞു കവിഞ്ഞു. വൃദ്ധയുടെ കണ്ണുകൾ വിടർന്നു. അതാ കലം നിറയെ ചോറ് തിളച്ചു മറിയുന്നു. അത്ഭുതത്തോടെ അവർ ഷമ്മാശനെ നോക്കി. അപ്പോഴും അദ്ദേഹം പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഭയഭക്തി ബഹുമാനത്തോടെ വയറു നിറയെ ആഹാരം വിളമ്പിക്കൊടുത്തു. അവർ രണ്ടുപേരും കഴിച്ചതിന് ശേഷവും പാത്രത്തിൻ്റെ പകുതിയോളം ഭക്ഷണം അവശേഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഷമ്മാശൻ പ്രയോഗിച്ച രണ്ടാമത്തെ വിദ്യയായിരുന്നു അത്. 1 കാവൽക്കാരെ മയക്കിയതും 2 അരിമണി കൊണ്ട് ആഹാരം സൃഷ്ടിച്ചതും. ഇവിടെ നിന്നും കടമറ്റം പള്ളിയിലേക്ക് എത്ര ദൂരമുണ്ടാകും? 4 നാഴിക ഉണ്ടാകും. വൃദ്ധ മറുപടി നൽകി. ഇനി പരിഭ്രമിക്കാൻ ഒന്നുമില്ല. കുറച്ചു നേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും പതിയെ നടന്നു നീങ്ങി. നന്ദിയോടെ വൃദ്ധ അദ്ദേഹത്തെ നോക്കി നിന്നു. വഴിയാത്രക്കാരോട് ചോദിച്ചും പറഞ്ഞു അദ്ദേഹം പഴയ വാസസ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം മാർ ആബോയുടെ മുമ്പിൽ ചെന്ന് വന്ദിച്ചു നിന്നു. തൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന യുവാവിനെ ആബോയ്ക്ക് മനസ്സിലായില്ല. നീ ഏതാ കുഞ്ഞെ? അദ്ദേഹം ചോദിച്ചു. പിതാവിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അങ്ങയുടെ ദാസനും ശിഷ്യനുമായ പൗലോസാണ്. ഇത് കേട്ട് മാർ ആബോ അധികരിച്ച സന്തോഷത്തോടെ പൗലോസിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം കരയുവാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞെ, നീ മരിച്ചുപോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത് കണ്ട പൗലോസിന് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടലിൻ്റെ സന്തോഷ പാരവശ്യത്താൽ പിന്നെ കുറേ നേരത്തേക്ക് രണ്ടുപേർക്കും സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. ശബ്ദം പുറപ്പെടാതായിരിക്കുന്നു. എവിടെയായിരുന്നു കുഞ്ഞെ ഇത്രയും കാലവും നീ? പൗലോസ് അതുവരെ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ
പാതാള ലോകത്തെക്കുറിച്ചോ താൻ അഭ്യസിച്ച വിദ്യകളെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞില്ല. പാതാളത്തിലെ തൻ്റെ ഗുരുവിന് കൊടുത്ത വാക്ക് അദ്ദേഹം അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. കഥകളെല്ലാം കേട്ട പിതാവ് നിറകണ്ണുകളോടെ പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് തിരികെ പൊരുവാൻ സാധിച്ചല്ലോ. എൻ്റെ ഒരു മകൻ മരിച്ചുപോയതിനു ശേഷം വീണ്ടും ജനിച്ചു വന്നതുപോലെയുള്ള സന്തോഷം ഇപ്പോൾ എനിക്കുണ്ട്. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടേക്ക് ഓടിക്കതച്ചെത്തി. പിതാവേ, സന്ധ്യയ്ക്ക് ഞാൻ മണിമുഴക്കുവാൻ പള്ളിയിൽ പോയതായിരുന്നു. നമ്മുടെ പള്ളിയിൽ കുറേ പിശാചുക്കൾ എത്തിയിരിക്കുന്നു. അവയെ കണ്ടാൽ തന്നെ പേടിച്ചു മരിച്ചുപോകും. അവർക്ക് ഒരു കൊന്നത്തെങ്ങുള്ള ഉയരമുണ്ട്. അവിടേക്ക് ചെന്നാൽ അവർ പിടിച്ചു തിന്നും. കരിങ്കല്ലുകൊണ്ട് വാർത്തതുപോലെയാണ് എല്ലാത്തിൻ്റെ രൂപം. അവിടേക്ക് ഇനി മനുഷ്യരാരും പോവുകയില്ല. ഇന്ന് പള്ളിയിലെ കർമ്മങ്ങൾ വേണ്ടാന്ന് വെച്ചാലോ? പിതാവ് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഷമ്മാശൻ എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് വരികയാണ്. കപ്പ്യാരും എൻ്റെ കൂടെ വരണം. അവിടെ നിന്നും അവരെ ഞാൻ മാറ്റിത്തരാം. ആബോ പിതാവ് ഷമ്മാശനെ തടഞ്ഞു. വേണ്ട കുഞ്ഞെ, നീ പോകണ്ട. ഇനിയും നിനക്ക് ആപത്ത് വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. നീ ചെറുപ്പമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാം. ദൈവകൃപ കൊണ്ട് ആർക്കും ഒരാപത്തും സംഭവിക്കുകയില്ല. ആ പിശാചുക്കളെ അവിടെ നിന്നും ഞാൻ ഓടിച്ചുകൊള്ളാം. പിതാവിന് എൻ്റെ ഒപ്പം വരാം. അങ്ങേ ആ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് അയച്ചിട്ട് ഞാനിവിടെ ഇരിക്കില്ല, തീർച്ച. നിങ്ങൾ എൻ്റെ ഒപ്പം വരൂ. അങ്ങനെ അവർ 3 പേരും കൂടി പള്ളിയിലേക്ക് നടന്നു. കപ്പ്യാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ അവിടെ വന്നെത്തിയിരിക്കുന്നത് ഗുഹയിൽ നിന്നും തന്നെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്നവരാണെന്ന് ഷമ്മാശൻ ഊഹിച്ചു. പള്ളിക്ക് മുൻപിൽ നിരന്നു നിൽക്കുന്ന ഭീകരരൂപികളെ ഷമ്മാശൻ തറപ്പിച്ചു നോക്കി. അദ്ദേഹം അവരുടെ അടുത്തേക്ക് നടന്നു. അവരുടെ അടുത്തേക്ക് പോകരുതെന്ന് ആബോ പിതാവ് ഷമ്മാശനോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കൂസലില്ലാതെ ഷമ്മാശൻ അവരുടെ മുന്നിൽ ചെന്ന് നിന്നു. നിങ്ങൾ എന്തിനവിടെ വന്നു? ഇത് ദേവാലയമാണ്, നിങ്ങൾക്കുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് ജീവനോട് കൂടി പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങി വന്ന വഴികെ പൊക്കോളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ അവസാനിപ്പിക്കും. ഇത് കേട്ട് അട്ടഹസിച്ചുകൊണ്ട് ഒരു ഭീകരരൂപി മുന്നിലേക്ക് കയറി. നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല. ആ രൂപങ്ങളെല്ലാം കൂടി ഷമ്മാശനെ വളഞ്ഞു നിന്നു. ഉടൻ ഷമ്മാശൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു. ചുറ്റും നിന്നവരെല്ലാം വെട്ടിയിട്ട വൻ മരങ്ങൾ പോലെ മറിഞ്ഞു വീണു. ആബോ പിതാവ് അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. കപ്പ്യാർ സന്തോഷത്തോടെ മണിമുഴക്കി. പള്ളിയിലേക്ക് പതിവിലധികം ജനങ്ങൾ ഒഴുകിയെത്തി. വൻമരങ്ങൾ പോലെ മറിഞ്ഞു വീണ് കിടക്കുന്ന ഭീകരരൂപങ്ങളെ കണ്ടു. ഷമ്മാശൻ്റെ അത്ഭുത വിദ്യകളെക്കുറിച്ച് കേട്ടു. എല്ലാവരും വിസ്മയിച്ചു. ഇവർ മരിച്ചുപോയി കാണുമോ? ആബോ പിതാവ് ഷമ്മാശനോട് ചോദിച്ചു. മരിച്ചിട്ടില്ല, വേണമെങ്കിൽ മരിപ്പിക്കാം. അദ്ദേഹം പുഞ്ചിരിച്ചു. ഇവരെ ഏതു വിധവും ഇവിടെ നിന്ന് കളയണമല്ലോ. ഇവർ അവിടെ കിടന്നാലും നടന്നാലും ഉപദ്രവം തന്നെയാണ്. പിതാവ് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇവരെ ഒഴിവാക്കാം. ഷമ്മാശൻ കണ്ണടച്ച് ധ്യാനിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്നതുപോലെ ആ ഭയങ്കരന്മാർ എഴുന്നേറ്റ് നിന്നു. ഇനി പോയിക്കൊള്ളാമോ? വേണമെങ്കിൽ കുറച്ചുകൂടി വല്ലതുമാകാം. എന്താ? ഷമ്മാശൻ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ പോയിക്കൊള്ളാം. ആ ഭീകരരൂപങ്ങൾ ഷമ്മാശനെ വന്ദിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. കൂടി നിന്ന ജനങ്ങളെല്ലാം ആരവത്തോടു കൂടി ഷമ്മാശനെ പുകഴ്ത്തി. കുഞ്ഞെ, നിനക്ക് ഈ അത്ഭുത ശക്തി എവിടെ നിന്നും കിട്ടി? പിതാവ് ആശ്ചര്യമടക്കാൻ കഴിയാതെ ചോദിച്ചു. ഇതൊന്നും എൻ്റെ ശക്തിയല്ല, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണല്ലോ. അതിശയ കാഴ്ചകൾ കണ്ട് ജനമെല്ലാം സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. സ്വദേശത്ത്
അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ വളരെയധികം പ്രസിദ്ധമായി. ബാധ ഉപദ്രവങ്ങൾക്കും പ്രേതബാധകൾക്കും സേവന തൽപരനായ ഷമ്മാശൻ പരിഹാരമുണ്ടാക്കി. അത്ഭുത പ്രവൃത്തികൾ കേട്ടറിഞ്ഞ സഭാ നേതൃത്വം അധികം താമസിയാതെ ഷമ്മാശന് കത്തനാർ പട്ടം നൽകി. അങ്ങനെ അദ്ദേഹം കടമറ്റത്തച്ഛനായി. ഏവർക്കും പ്രിയപ്പെട്ട കടമറ്റത്ത് കത്തനാരായി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ കത്തനാരെ അന്വേഷിച്ച് കടമറ്റത്തെത്തി. അദ്ദേഹം അവരെ സഹായിക്കുകയും അവർ അദ്ദേഹത്തിന് ഉപകാരങ്ങൾ നൽകുകയും ചെയ്തു. ഏറെ താമസിയാതെ കത്തനാർ സമ്പന്നനായി തീരുകയും ചെയ്തു. ജനങ്ങളെ സഹായിക്കാൻ എവിടെയായിരുന്നാലും അദ്ദേഹം എത്തിച്ചേരുമായിരുന്നു. പ്രായാധിക്യത്താൽ മാർ ആബോ പിതാവ് ചരമഗതിയെ പ്രാപിച്ചു. പൗലോസ് കത്തനാർ സ്വന്തമായി ഒരു ഗൃഹം പണി കഴിപ്പിച്ചു. അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ധാരാളം സഹായികളും ഉണ്ടായിരുന്നു. കത്തനാർ വിചാരിച്ചാൽ സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ലോകത്തിലില്ല എന്ന വിശ്വാസം സകല ജനങ്ങളും ദൃഢമായി വിശ്വസിച്ചു. അതിനാൽ ഓരോ ആവശ്യങ്ങളുമായി ജനങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ സമീപിച്ചു. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ആരാവശ്യപ്പെട്ടാലും അദ്ദേഹം അവരോടൊപ്പം പോയി അവരെ സഹായിക്കുമായിരുന്നു. അതിനാൽ അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നത് വളരെ ചുരുക്കമായിരുന്നു. അദ്ദേഹം ഒരു കാര്യം സാധിക്കാൻ പുറപ്പെട്ടാൽ ഒരിക്കലും അത് സാധിക്കാതെ വരുമായിരുന്നില്ല. ഒരിക്കലും പ്രതിഫലവും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ജനങ്ങൾ ആവശ്യത്തിലധികം അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കാലക്രമേണ അദ്ദേഹം അതിസമ്പന്നനായി തീർന്നു. കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദം എന്ന പ്രസിദ്ധി കേട്ടറിഞ്ഞ അനേകം സ്ഥലങ്ങളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ചേരുകയും അത് സമ്പാദ്യമാർഗത്തിനും ദുരുപയോഗത്തിനും കാരണമാകുമെന്ന് വിചാരിച്ച് നിർദോഷകരമായ ചെറുവിദ്യകൾ അദ്ദേഹം പലരെയും അഭ്യസിപ്പിച്ചു. അങ്ങനെ കടമറ്റം സമ്പ്രദായം എന്ന പ്രയോഗമുണ്ടായി. തിരുവിതാംകൂറിൽ നിന്നും പത്മനാഭപുരത്തേക്ക് പോകും വഴി കുറച്ച് സ്ഥലം മനുഷ്യവാസമില്ലാത്ത വെറും കാടായി കിടന്നിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും കിഴക്കോട്ട് പോകുവാനും വേറെ വഴിയില്ലാത്തതിനാൽ ജനങ്ങൾ സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴിയെ തന്നെയായിരുന്നു. കാട്. രാത്രി വളരെ വൈകിയിരിക്കുന്നു. നഗരത്തിൽ വളരെയധികം തിരക്കായിരുന്നു. അതുകൊണ്ട് പോയ കാര്യമെല്ലാം സാധിക്കാൻ വളരെയധികം വൈകി. ചൂട്ടുകറ്റ വീശി തെളിച്ച വെളിച്ചത്തിൽ അയാൾ ഇരുട്ടിലൂടെ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. നിലാവെളിച്ചത്തിൽ നാട്ടുവഴി വ്യക്തമായി കാണാം. എങ്കിലും നിബിഡമായ ഇലകളുടെ കറുപ്പ് പലപ്പോഴും വഴിയെ മറച്ചു. ചെറിയ തണുപ്പുണ്ട്. മഞ്ഞിൽ ചന്ദ്രപ്രകാശം പതിക്കുന്നത് കാണാൻ വലിയ ഭംഗിയുണ്ട്. ഇലകളിൽ വീണ മഞ്ഞുകണങ്ങളിൽ ചന്ദ്രപ്രകാശം തട്ടി വെള്ളി പോലെ പ്രതിഫലിച്ചു. പാലപൂത്ത സുഗന്ധം അയാളുടെ മുക്കിലേക്ക് തുളച്ചു കയറി. ഇത് വൃശ്ചികമല്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ സുഗന്ധം? അയാൾ ചിന്തിച്ചു. കാടാണ്, ചിലപ്പോൾ കാലം തെറ്റി പൂത്തതാവാം. ഇങ്ങനെ ചിന്തിച്ച് അയാൾ മുന്നോട്ട് നടന്നു. അരണ്ട വെളിച്ചത്തിലേക്ക് പാദസരത്തിൻ്റെ ശബ്ദത്തിൻ്റെ അകമ്പൊടിയോടുകൂടി ഒരു സ്ത്രീരൂപം വഴിയരികിലേക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടു. പുകമഞ്ഞ് വഴിയിലെങ്ങും വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും രൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതെ, അതൊരു സ്ത്രീരൂപം തന്നെയാണ്. അയാൾ വേഗത്തിൽ നടന്ന് അതിനടുത്തെത്തി. അതിസുന്ദരിയായ ഒരു യുവതി. ഈ നേരത്ത് ഈ വനത്തിന് നടുവിൽ ഇവൾ എങ്ങനെയെത്തി? ആരാണിവൾ? ഈ സമയത്ത് ഇവളിവിടെ എന്തു ചെയ്യുന്നു? അയാളുടെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? അയാൾ ചോദിച്ചു. കിഴക്കോട്ടുള്ള യാത്രയിലായിരുന്നു ഞാൻ. പെട്ടെന്ന് പോകാമല്ലോ എന്ന് കരുതിയാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. സന്ധ്യയായപ്പോൾ പുറപ്പെട്ടതാണ്. ഇവിടെ എത്തിയപ്പോൾ നേരം വളരെ വൈകി. ഇരുട്ടായതിനാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നത്.
വെളിച്ചത്തിൽ പോകാമല്ലോ എന്ന് കരുതി നിന്നതാണ്. ഞാനും താങ്കളോടൊപ്പം പോന്നോട്ടെ, എനിക്ക് ഒരു കൂട്ടാകുമല്ലോ. പിന്നെന്താ, ഞാനും വൈകി, പോന്നോളൂ, അയാൾ പറഞ്ഞു. അവരൊന്നിച്ച് നടക്കുവാൻ തുടങ്ങി. അയാൾ മുമ്പിൽ നടക്കുകയാണ്. പിന്നിൽ അവളുടെ പാദങ്ങളുടെ താളം കേൾക്കാം. ഈ വനത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ തയ്യാറായ ഇവളുടെ ധൈര്യം അപാരം തന്നെ. അയാൾ ഓർത്തു. അവർ കുറെ ദൂരം മുന്നോട്ട് പോയി. പാലപ്പൂവിൻ്റെ ഗന്ധം കൂടിക്കൂടി വന്നു. ചൂട്ടുകറ്റ അണയാറായിരിക്കുന്നു. എവിടെയാണ് പോകേണ്ടത്? നിങ്ങളുടെ ദേശം എവിടെയാണ്? അയാളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. ഒരു കാറ്റ് കടന്നുപോയി. അണയാറായ ചൂട്ടുകറ്റ ഇരുട്ടിൽ ആഞ്ഞു വീശിക്കൊണ്ട് അയാൾ മുന്നിലെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. തനിക്ക് വഴി തെറ്റിയിരിക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല. അവൾ എവിടെ പോയി? പാലപ്പൂവിൻ്റെ രൂക്ഷഗന്ധം അയാളുടെ മൂക്കിലേക്ക് തുളച്ചു കയറുവാൻ തുടങ്ങി. അയാൾ ചൂട്ടുകറ്റ വീണ്ടും ഇരുട്ടിലേക്ക് ആഞ്ഞു വീശി. മുന്നിൽ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ പാലമരം അയാൾ കണ്ടു. അതിൽ നിന്നും പൂക്കൾ താഴേക്ക് കൊഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറവിൽ നിന്നും മുന്നിലേക്ക് കടന്നു വന്ന ആ സുന്ദരി പെണ്ണ് അയാളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു.